ഗാസയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രി സ്റ്റീവ് എൽകിൻ. ഗാസയിലെ ഉടൻ വെടിനിർത്തിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പാലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുമെന്ന ബ്രിട്ടന്റെ ശാസനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിയുടെ പ്രതികരണം. ഇസ്രായേലിൽ നിന്ന് ഇളവുകൾ നേടുന്നതിന് വെടിനിർത്തൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ ഹമാസ് ശ്രമിക്കുകയാണെന്ന് സ്റ്റീവ് കുറ്റപ്പെടുത്തി. സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് മുൻപ് കരാറിലെത്താൻ ഇസ്രായേൽ ഹമാസിന് അന്ത്യശാസനം നൽകിയേക്കുമെന്ന് സ്റ്റീവ് എൽകിൻ വ്യക്തമാക്കി. സ്വന്തം പ്രദേശം നഷ്ടപ്പെടുന്നതാണ് ഞങ്ങളുടെ ശത്രുവിന് ഏറ്റവും വേദനാജനകം. ഞങ്ങളുമായി കളിക്കാൻ തുടങ്ങുന്ന നിമിഷം അവർക്ക് ഒരിക്കലും തിരികെ ലഭിക്കാത്ത വിധം അവരുടെ പ്രദേശം നഷ്ടപ്പെടുമെന്നാണ് അവർക്കെതിരെയുള്ള പ്രധാന സമ്മർദ്ദതന്ത്രം. ഗാസയിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പാലസ്തീനെ സെപ്റ്റംബറിൽ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ചൊവ്വാഴ്ചയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകിയത്. സെപ്റ്റംബറിലെ UN പൊതുസഭയിൽ പാലസ്തീന് രാഷ്ട്രപദവി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രാൻസും പ്രഖ്യാപിച്ചിരുന്നു. US നിർദ്ദേശിച്ച 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയിൽ പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും ഇതുവരെ ഹമാസ് ഇസ്രായേൽ ധാരണയിലായിട്ടില്ല. ഇന്നലെ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ വെടിവയ്പ്പുകളിൽ 30 പേരടക്കം ഇന്നലെ ഗാസയിൽ 46 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 2 വയസ്സുള്ള പെൺകുഞ്ഞടക്കം 10 പേർ കൂടി പട്ടിണി മൂലം മരിച്ചു. ഇതോടെ പട്ടിണി മരണം 80 കുട്ടികളടക്കം 110 ഞായറാഴ്ച മുതൽ ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഇളവ് വന്നതോടെ UN ഏജൻസികൾ പരമാവധി കേന്ദ്രങ്ങളിൽ ഭക്ഷണം വിതരണം ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് രാജ്യത്തെ 2 പ്രമുഖ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു. ഇതാദ്യമായാണ് ഇസ്രായേലിലെ മനുഷ്യാവകാശ സംഘടനകൾ ഇക്കാര്യം തുറന്നു പറയുന്നത്. ബത്സലേം, ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നീ സംഘടനകൾ തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിലാണ് പാലസ്തീൻ സമൂഹത്തെ നശിപ്പിക്കാൻ ബോധപൂർവം ആസൂത്രിതവുമായ നടപടികളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നതെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതേസമയം സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ കാനഡ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. പാലസ്തീൻ അതോറിറ്റിയുടെ സമീപകാല പരിഷ്കാര പ്രതിബദ്ധതകളെ ഉദ്ധരിച്ചും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യത സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഒരു സ്വാതന്ത്ര്യവും പ്രായോഗികവും പരമാധികാരവുമുള്ള പാലസ്തീൻ രാഷ്ട്രം എന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തിന് കാനഡ വളരെ കാലമായി പ്രതിജ്ഞാബദ്ധമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തോടൊപ്പം സമാധാനത്തിലും സുരക്ഷയിലും ജീവിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി അനിത ആനന്ദിനൊപ്പം ഒരു പത്രസമ്മേളനത്തിൽ കാർണി വ്യക്തമാക്കി. UN ജനറൽ അസംബ്ലിയുടെ 80ാമത് സെഷനിൽ നൽകുന്ന അംഗീകാരം ഗണ്യമായ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള PAയുടെ പ്രതിജ്ഞയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കാർണി പ്രസ്താവിച്ചു. 2026 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഹമാസിനെ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുമെന്നും പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കാർണിക്ക് ഉറപ്പു നൽകിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വളരെ ആവശ്യമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാലസ്തീൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും കാർണി വ്യക്തമാക്കി. പാലസ്തീൻ സംസ്ഥാനത്തെ സൈനികവൽക്കരിക്കരുതെന്ന് പ്രസിഡന്റ് അബ്ബാസ് പ്രതിജ്ഞാബദ്ധമാണ്. യുണൈറ്റഡ് കിങ്ഡവും ഫ്രാൻസും അടുത്തിടെ നടത്തിയ പ്രഖ്യാപനങ്ങളെ തുടർന്നാണ് കാനഡയുടെ തീരുമാനം. ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ UK ഒരു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഫ്രാൻസ് കഴിഞ്ഞയാഴ്ച സെപ്റ്റംബറിൽ അംഗീകാരവുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് ആഗോളതലത്തിൽ ശ്രദ്ധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം. ഇസ്രായേലിന്റെ ഉപരോധം തുടരുന്നത് സുപ്രധാന സഹായ വിതരണത്തെ തടസ്സപ്പെടുത്തുന്നു. മധ്യപൂർവ്വ ദേശത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ കാനഡ ഇപ്പോഴും ഉറച്ചു പിന്തുണയ്ക്കും. സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കുമെന്നും കാർണി വ്യക്തമാക്കി. കാനഡയുടെ നീക്കത്തെ ഇസ്രായേൽ പെട്ടെന്ന് അപലപിക്കുകയും ചെയ്തു. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുന്നുവെന്നും തീവ്രവാദ സംഘടനയായ ഹമാസിന് പ്രതിഫലം നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. ഈ സമയത്ത് കനേഡിയൻ സർക്കാരിന്റെ നിലപാടിൽ വന്ന മാറ്റം ഹമാസിനുള്ള ഒരു പ്രതിഫലമാണ്. ഗാസയിൽ വെടിനിർത്തൽ കൈവരിക്കാനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഒരു ചട്ടക്കൂട് കൈവരിക്കാനുമുള്ള ശ്രമങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുന്നുവെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച രാവിലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ പ്രഖ്യാപനത്തിന് വാഷിംഗ്ടണിൽ നിന്നും ശക്തമായ പ്രതികരണമാണ് ലഭിച്ചത്. പാലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കുന്നതിനെ ഹമാസിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നതെന്നും അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പേര് വെളിപ്പെടുത്താതെ തന്നെ ഉപാധിയോടെ സംസാരിച്ച ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.